ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് ജമ്മുവിലെ വിശേഷങ്ങൾ കാണാം. ഞാൻ ബാഗ്-ഇ-ബാഹു എന്ന പൂന്തോട്ടം കാണാൻ പോയി. ഇവിടെ നമുക്ക് എങ്ങനെ എത്തേണ്ടതെന്ന് വെച്ചാൽ ജമ്മു എയർപോർട്ടിൽ നിന്ന് 8 കിലോമീറ്ററാണ് ഇവിടെ വരാൻ വേണ്ടി. ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്ററാണ് ഉള്ളത്. ജമ്മു ബസ് സ്റ്റാൻഡിൽ നിന്ന് 4.5 കിലോമീറ്ററുമാണ് നമ്മുടെ ഈ പൂന്തോട്ടത്തിലേക്ക് വരാനുള്ള മാർഗം. ഇവിടുത്തെ പ്രസിദ്ധമായ ബാഹു കോട്ടയുടെ ഒരു ഭാഗമാണ് ഈ പൂന്തോട്ടം. നമുക്ക് പിന്നീട് ആ കോട്ട കാണാം. പിന്നെ നല്ല ഭംഗിയാണ് ഈ ഗാർഡൻ കാണാൻ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം തോന്നിയത് മൈസൂർ വൃന്ദാവൻ ഗാർഡൻ പോലെയുണ്ട് ഏകദേശമൊക്കെ. അപ്പോൾ നമുക്ക് ഫുൾ ഗാർഡൻ ഒന്ന് കണ്ടാലോ? ഒരു 1.5 എടുക്കും ഇത് ഫുള്ള് കാണാൻ വേണ്ടി. അത്രയും നമുക്ക് ഉയരത്തിലാണ്, ഓരോ തട്ടുതട്ടായിട്ട് ഉയരത്തിലാണ് ഇങ്ങനെ പണിത് വെച്ചേക്കുന്നത്. ഇത് ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് സീനറി കാണാൻ പറ്റുന്നത്. ദൂരെ ഒരു കോട്ട കണ്ടല്ലോ, ദൂരെയാണ്, ഏതോ മലയിലാണ്. അതൊക്കെ ഏത് കോട്ടയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇവിടുത്തെ പ്രശസ്തമായ താവി നദി ഒഴുകുന്നുണ്ട്. ഇപ്പം വേനൽക്കാലമായിട്ട് വറ്റിക്കിടക്കുകയാണ്. ഇത് ശരിക്കും ആ കോട്ടയുടെ സൈഡ് ഭാഗമാണ് ഈ ഫുൾ ഗാർഡനും. നമ്മളിങ്ങനെ നടന്ന് മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് കോട്ടയം കാണാൻ പറ്റും. കുറേ വെറൈറ്റികളായ പഴയ മരങ്ങൾ കുറേ കാണുന്നുണ്ട്. അതുപോലെ അതിലെല്ലാം ഇങ്ങനെ അതിൻ്റെ കായ്കളും തൂങ്ങിക്കിടപ്പുണ്ട്. എന്താണെന്നും അറിയില്ല, അതൊന്നും പേരെഴുതി വയ്ക്കാത്തത് നമുക്ക് ഒന്നിൻ്റെയും പേരുകളൊന്നും അറിയില്ല. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ.
അപ്പോൾ ഇതാണ് താവി നദി, ഇവിടുത്തെ പ്രശസ്തമായ നദിയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സമയങ്ങളിൽ നമ്മൾ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഈ കടലിൽ വാട്ടർ ഫൗണ്ടേഷനൊക്കെ ഉള്ളതാണ്. ഇത് വേനൽക്കാലമായതുകൊണ്ട് ഇവിടെ അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടല്ലോ, അതാണ് നമ്മൾ പറഞ്ഞ കോട്ട, ബാഹു കോട്ട. അതിനുള്ളിൽ ഒരു കാളിക്ഷേത്രമുണ്ട്. അവിടെ ഫ്രൈഡേയും ട്യൂസ്ഡേയുമാണ് ഇമ്പോർട്ടൻസ് എന്നാണ് അവിടുത്തെ നമ്മളോട് വന്ന ഡ്രൈവർ പറഞ്ഞത്. ആ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ ഈ പൂന്തോട്ടം പണിതിട്ടേക്കുവാണ്. ശരിക്കും അതിൻ്റെ സൈഡിൽ ഫിഷ് അക്വേറിയൊക്കെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ വർക്കിംഗ് ഒന്നുമല്ല. ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറേ മരങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ വെറൈറ്റി ഇലകൾ കണ്ടു. അപ്പോൾ അത് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ നമ്മൾ മൈസൂർ വാട്ടർ ഫൗണ്ടേഷൻ പോലെ തന്നെ ഇവിടെയുമുണ്ട്. പക്ഷേ ഇവിടെ 150 ഒരാൾക്ക് കൊടുക്കണം. പക്ഷേ അത്രയൊന്നും വലുതായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറി കാണാൻ നിന്നില്ല. പിന്നെ നമ്മളിങ്ങനെ താഴെ ഇറങ്ങുമ്പോൾ ഒരു സ്ഥലം മുഴുവനും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നു. അതുപോലെ തന്നെ കുരങ്ങന്മാരുണ്ട്. നമ്മുടെ കയ്യിൽ ബാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു ഈവനിങ് വാക്കിംഗ് ആയിരുന്നു ഞങ്ങളുടെ. तेरे दिल को दिल लगी न लगे, दिल लगी तेरे दिल को दिल लगी न लगे, वफाओं की हमसे सबक खो गई है, वफाओं की हमसे सबक खो गई है। जमाने को अपना बना
അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, ജമ്മുവിലെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ആദ്യം കാണുന്ന ഗാർഡനാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ പറയണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം, ജമ്മുവിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ബൈ, സി യു.